ശാന്തയോ നീ അങ്ങോട്ട് കൊടുക്കല്ലടി വന്നേ. അതെ അതെ. അയ്യോ ശാന്തമ്മേ, എന്ത് കഷ്ടം. കളയില്ലേ കളയില്ലേ, ചാരായ നിരോധനം. പുള്ളിയൊക്കെ ഭയങ്കര വിലയാ. എടി ശാന്ത, നീ അങ്ങോട്ട് തിന്ന് ചക്കക്കുരി പോലെ ആയില്ലടി. പോർച്ചെ പോർച്ചെ മോളടിക്കാൻ ഞങ്ങൾ വന്നല്ലോ. മോളടിക്കാന്നല്ലോ. ശാന്തേ, അവിടെ ആ മുകളിൽ പണി തീരാത്ത മുറി വാടകയ്ക്ക് കൊടുക്കോ? വാടകയ്ക്ക് കൊടുക്കുന്ന രാഘവേട്ടൻ പറഞ്ഞു കേട്ടത്. ഒന്ന് മുട്ടി നോക്ക്. മുട്ടിയാൽ തുറക്കപ്പെടുമോ? കൂടുതൽ മുട്ടല്ലേ. ശാന്ത വീട് 100 എടുക്ക്. പോ. ഓക്കെ, 1000 രണ്ടുപേരുടെയും 2000. താത്താ, ഇത് ബാങ്ക് ഉദ്യോഗസ്ഥനാ ചന്ദ്രൻ. ഇത് പട്ടാമ്പി സംസ്കൃത കോളേജ് അധ്യാപകനാ. പത്രോസ്. അപ്പൊ മോന്റെ സ്ഥലം എവിടെയാ? ജനിച്ചതാം കോയമ്പത്തൂരാഹ, വളർന്നതാം കേരളത്തിലാഹ, തൃശ്ശൂരിനാഹ. ആഹാ, അപ്പൊ നമ്മുടെ നെഹയുടെ ആളുകളാ. അല്ല താത്ത, ഇത് സംസ്കൃത മലയാളമാണ്. ആഹാ, മോനെന്താ മറിഞ്ഞേക്കണേ? മോന്റെ സ്ഥലം എവിടെയാ? 1967 കേരള സംസ്ഥാനത്തിലെ ഏറ്റവും ഉയരം കൂടി ജില്ലയായ വയനാട്ടിൽ ജനിക്കേണ്ടിയിരുന്ന ഞാൻ അച്ഛനും അമ്മയും കൂടി ചില സാങ്കേതിക കാരണങ്ങളെല്ലാം ഉപേക്ഷിച്ച് തിരുവനന്തപുരത്ത് എത്തിയതിനാൽ തിരുവനന്തപുരത്ത് പൂജപ്പുരയിലെ കൊച്ചു റൂമിൽ സുഖമായി പ്രസവിച്ചു. ഞാനല്ല, അമ്മ. സൂപ്പർ വാച്ചിൽ ഒന്നുകൊണ്ടായിരിക്കും മോനെ ഇത്ര സ്പീഡ്. ബലക്കോടാക്കി മോനെ ഒരു ചായ. 1 2 അല്ല, മൊത്തം 3 ചായ. ആർക്ക് കുടിക്കാം, എപ്പോഴും കുടിക്കാം, അങ്ങനെ കുടിക്കവേ. ഒരു ചായ. രണ്ടുപേരുടെയും സംസാര രീതി ഇതാണെങ്കിൽ മേളി ആടി ഉറപ്പ്. അതെന്താ? അതെന്താന്നോ, അടി ഉറപ്പുള്ളതാ. മേലെ രണ്ടുപേരും താമസിക്കുന്നുണ്ട്. പാവത്തിങ്ങളായോണ്ടല്ലേ ഞങ്ങളോട് ഇമാതിരി പണി ചെയ്ത്. എന്താ ഇത്? തട്ടി? ആരെ തട്ടി? എവിടെയും തട്ടിയില്ല. മറ. എല്ലാത്തിനും ഒരു മറ വേണം. അതിനാണ് സാറേ ഇത്. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. മനുഷ്യര് പോയിട്ട് 4 കോഴിക്കുഞ്ഞുങ്ങൾക്ക് പോലും താമസിക്കാൻ അതിനകത്ത് സ്ഥലമില്ല. ഏതായാലും ഞങ്ങൾ ഇവിടുന്ന് മാറിപ്പോവാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അത്ര ശരിയല്ലല്ലോ. ഞങ്ങളുടെ മനസ്സ് ഇവിടെ ഉടക്കിപ്പോയി ഈ മുറിയില്. അതുകൊണ്ട് മാത്രം ഇപ്പൊ ഇവിടുന്ന് പോകുന്നില്ല. ഇവിടുന്ന് പോകുന്ന കാര്യം ഓർക്കുമ്പോ എന്റെ കരള് വിങ്ങുക. കരൾ വെക്കത്തിന് പഞ്ചലോകട്ട മവണക്കല്ലിൽ ചാലിച്ച് ആടലോടത്തിന്റെ ഇലകൾ ചേർത്തുണ്ടാക്കിയ നല്ല ഗുളികൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഒരു വൈദ്യുരനാ. ഇങ്ങനെ പരസ്പര ബന്ധമില്ല സംസാരിക്കുന്നതിന് തലയിൽ നെല്ലിക്കാത്തളം വെച്ച് ഗുരുകുല ചിത്തക നെയ് സേവിക്കണമെന്ന് ചിലർ പറയും. പക്ഷെ അത് കേൾക്കേണ്ട കാര്യമല്ല. ഇതൊരു രോഗമല്ല, ഇതൊരു ശീലമാണ്. പോരെ, പട മേടിച്ച് പന്തളത്തിൽ വന്നപ്പോ പന്തളം കൊളിച്ച് പടാന്ന് പറഞ്ഞ പോലെയായി. യവന്മാർക്ക് എന്തോ ലക്ഷണപ്പെശ കൊണ്ട് ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഈ കുഷ്മാണ്ടങ്ങൾക്ക് അടി ഉറപ്പാണ്. ഞങ്ങൾക്ക് എത്ര ഇടി കിട്ടിയാലും അതിന്റെ നേരെ ഇരട്ടി ഞങ്ങൾ അങ്ങോട്ടിട്ട് തരും. മനസ്സിലായോ? എടോ പുഷ്പിള്ളേ, തന്നെ ഞങ്ങൾ ഇങ്ങനെ മൊത്തത്തില് പുള്ളി ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്റെ വിരൽ? കലക്കി ബാ. ബാലല്ലടാ പുല്ല്. സോറി, തന്റെ പേര് എപ്പോഴും തെറ്റിപ്പോകും ബാല. 93 മോഡലാ. ഇന്നലെ പറഞ്ഞതുപോലെ ടോപ്പ് റേറ്റ് തന്നെ വാങ്ങി തന്നേക്കണം. ഇവളുടെ ഒറ്റ നിർബന്ധത്തിനാണ് ഇരിക്കുന്നത്. സീലോ വേണമെന്ന്. ഇന്നൊരു ദിവസത്തേക്ക് ബസ്സിൽ വെക്കൂ. ദാ കാണുന്ന ബസ് സ്റ്റോപ്പ്. സമയമില്ല. ദാ താക്കോൽ. എനിക്ക് ഓഫീസിലെത്തണം. ഓക്കെ. ചായക്കായിരിക്കും അല്ലേ സാർ? ഹസനിക്കയുടെ കടയിൽ തൊട്ടാ കൈപൊള്ളുന്ന നല്ല ചൂട് പരിപ്പോടെ കാണും. ഒരു 5-6 എണ്ണം. ഒന്നും വേണ്ട. ഈ മാരുതി വേനൊന്ന് ഓടിച്ചു നോക്കിയേ. അതിന്റെ സൗണ്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. എന്താ? ബസ്സൊക്കെ നിർത്താതെ ഓടിച്ചു പോവാ. എനിക്ക് കോളേജിൽ പോവാൻ സമയമായില്ലേ? അതിനെന്താ, കേൾക്കോളൂ. ഈ വാൻ എങ്ങനെയുണ്ട്? നല്ല വണ്ടി കേട്ടോ. എനിക്കിത് കഴിഞ്ഞ മാസം ഡാഡി ബർത്ത്ഡേ പ്രസന്റ് ആയിട്ട് തന്നതാ. ഞാൻ സാധാരണയായി ആർക്കും ഇങ്ങനെ ലിഫ്റ്റ് കൊടുക്കാറില്ല. പിന്നെ തനിക്ക് എന്തുകൊണ്ടാണ് തന്നതെന്ന് ചോദിക്കും. എന്തുകൊണ്ടാ? സത്യം പറയാലോ, താൻ വണ്ടി കയറിയ നിമിഷം മുതൽ ഐ ഫോർഗെറ്റ് എവറിത്തിങ്, ഈവൻ ദി സ്റ്റിയറിംഗ്. വണ്ടി നിർത്ത്. ഫ്രണ്ടിൽ കയറാനായിരിക്കും അല്ലേ? അവിടെ വെച്ച് ബാക്കിൽ കയറി നന്നായിട്ടോ. ബുദ്ധിമതിയാ. വണ്ടി നിർത്താൻ. എന്താ
ഞങ്ങൾ വിൽക്കാൻ കൊടുത്ത വണ്ടി കയറി ഇരുന്നിട്ട് എന്നോട് അനാവശ്യം പറയുന്നു. പതുക്കെ പറ. ആൾക്കാർ കേട്ടാ തെറ്റിദ്ധരിക്കും. അയ്യോ, ഞാൻ എന്താ ഇവിടെ? ചുമ്മാ ഞാൻ കാറ്റുകൊള്ള ഇറങ്ങിയതാ. എന്താ ഇവിടെ? ഞാൻ ഈ ആർക്കിടെക്ട് ചെറിയാനൊക്കെയാണ് ഇറങ്ങിയത്. അയാൾ മരിച്ചല്ലോ. പക്ഷെ ഇയാള് മരിച്ചിട്ടില്ല. പുല്ലേ സാർ, ഞാനൊന്നും ചെയ്തില്ല. ആ പെൺകുട്ടി ലിഫ്റ്റ് വണ്ടിയുടെ സസ്പെൻഷനിലെ പോയി. ഈ ടെൻഡർ സരസൻ എങ്ങോട്ടാണ് ഓടിപ്പോയത്? സാർ, അയാൾ അതുവഴി പോയിട്ട് ആ 2ാം നില ചാടി കിടന്ന് അങ്ങോട്ട് പോയി. ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കരുത്. ശരി സാർ. Come on. ടെൻഡറും ലേലവും നടക്കുന്ന സ്ഥലങ്ങളിൽ വലിയ മുതലാളി എന്ന വ്യാജേന ചെന്ന് മറ്റ് ടെൻഡറുകാരെയും വിളിക്കാരെയും കബളിപ്പിച്ച് മുങ്ങുന്ന ടെൻഡർ സരസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു തട്ടിപ്പ് വീരനെ പോലീസ് ഊർജിതമായി തിരയുന്നു. വേണ്ടി വന്നാൽ കണ്ട ഉടൻ ഇയാളെ 303 റൈഫിൾ കൊണ്ട് ഉണ്ട തീരുന്നത് വരെ വെടിവെച്ചു കൊല്ലാൻ DIG വടിവേലു ഉത്തരവിട്ടിട്ടുണ്ട്. ഇവനെയൊക്കെ കൈ കിട്ടിയ ഉരുട്ടുകല്ല, പരത്തുക വേണ്ടത്. കളറാസ്കൻ. ശരിയാ. ഈ ക്രിമിനൽസിനെ കൊണ്ട് ഇപ്പൊ ജീവിക്കാൻ വയ്യാന്നായിട്ടുണ്ട്. ഏത് പത്രമാണ്? വാർത്തയുടെ ഇവിടെ. അത് വരന്മാരെ ആവശ്യമുണ്ടോ? അല്ല, ഇവിടെ. അത് കാണാനില്ല. അവിടെ അല്ല, ഇവിടെ. അത് ചരമം. നീ എന്താ പറഞ്ഞത്? ഒരു വിരൽത്തുമ്പിൽ അമ്മയും മറ്റേ വിരൽത്തുമ്പിൽ അമ്മൂമ്മയും പിടിച്ചോണ്ട് നടന്ന എഞ്ചിനീയർ ആയെന്ന്. താണനിലത്തെ നീരോടു. താണനിലത്തല്ലടാ, പോലീസുകാരന്റെ ഇടി കൊള്ളുന്നിടത്താ നീര് വീഴാൻ പോകുന്നത്. പ്ലീസ്, വെറുതെ എന്നെ എങ്ങനെ മാറ്റിക്കരുത്. അവന്മാരോട് അറിഞ്ഞ ആകെ പ്രശ്നമാവും. താമസിക്കാൻ സ്ഥലം കിട്ടുന്നതിന്റെ ബുദ്ധിമുട്ട് ശങ്കർ അറിഞ്ഞൂടെ? ശങ്കറല്ല, സാറെന്ന് വിളിക്കാൻ. സാറെന്ന് വിളിക്കാൻ. സാറേ, എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ടോ? എടുക്കാൻ. വെള്ളമല്ല, ഞാൻ വിഷം എടുത്തു. നിന്നെ വെള്ളം ഒന്നും എടുക്കണ്ട. പക്ഷെ ഇന്ന് മുതൽ നിന്റെ ടെൻഡർ എമൗണ്ടില് 80-20, 70-30, 60-40, 55-45, 50-50. വേണ്ടെന്ന് വെക്കുന്നതും തലക്കറി ഇരിക്കുക. തലയിൽ ആരും കാണുന്നില്ലല്ലോ. ഒന്നുമില്ല. അതല്ലെന്ന്, ആ സർക്കാർ സാറാമ്മ അവരിവിടെ തുറച്ചാണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എന്താ കാര്യം? ഇനി ആ താത്തയെ വിളിക്കാൻ തെറിയൊന്നുമില്ല. ചേട്ടാ, ഒരു എക്സാമ്പിൾ പറയാമോ? ഏറ്റവും കടുപ്പം കുറഞ്ഞ തെറിയാ. തുറക്കണം. അവര് ചേട്ടനെ തെറി വിളിക്കേണ്ട കാര്യം എന്താ? അവിടെ കച്ചവടമില്ല, ഞങ്ങൾക്ക് ഭയങ്കര കച്ചവടം. അപ്പൊ അവരെ ഒന്ന് ഒതുക്കി തരണം, അത്രയല്ലേ ഉള്ളൂ. ഞങ്ങളേറ്റു. പിന്നെ നാളെ ഇവിടെ കാണില്ല. പിന്നെ എവിടെ കാണും? താഴെ കടയിൽ കാണും. അപ്പൊ പിന്നെ പറഞ്ഞ പോലെ ഏറ്റു. എന്തിനാ ആവശ്യമില്ലാത്ത ഈ പുലിവാലൊക്കെ കറിയാക്കാൻ പോകുന്നത്? അതോ, ഇന്ന് മുതൽ നമ്മൾ 2 ഫ്രോഡുകളും കൂടി ഒറ്റക്കെട്ടായി നിന്ന് ആ രാഘവേട്ടനെയും താത്തയും സാറാമ്മച്ചേട്ടത്തെയും ഒക്കെ വഹിച്ച് നമ്മുടെ ഓഫ് ജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. എങ്ങനെ? ബെസ്റ്റ്. അപ്പൊ ജയ് ഫ്രോഡ്. മനസ്സിലായി ചേർത്തി. ആ താത്തയുടെ കട അവിടെ വന്നേ പിന്നെയാ ഇവിടത്തെ കച്ചവടം ഇത്രയും കുറഞ്ഞത് അല്ലേ? അതേ മകളെ, ചേട്ടത്തിക്കൊരു ഭീഷണിയായി അവരിനിയും അവിടെ കട നടത്തരുത്. അത്രയല്ലേ വേണ്ടു? അത്രേ വേണ്ടു മക്കളെ. വഴിയുണ്ട്. എന്തു വഴി? പറയാം. അവിടത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പുട്ടും കടലയുമാണ്. നാളെ രാവിലത്തെ അവിടത്തെ കടലക്കറിയില് നമ്മൾ അവരറിയാതെ കുറച്ച് എലിപ്പാഷാണം മിക്സ് ചെയ്യുന്നു. അതെ, കാപ്പി കുടിക്കാനെത്തുന്ന 10-30 പേർ രാവിലെ 9:30 മുമ്പ് തന്നെ ജപ്പാൻ ജ്വരത്തെ വെല്ലുന്ന ഗാസ്ട്രോ എൻട്രൈറ്റിസ് വന്ന് ഇഞ്ചിഞ്ചായി മരിച്ചു വീഴും. ഉച്ചയ്ക്ക് 12:30 പ്രാദേശിക വാർത്തയിൽ എലിപ്പാഷാണം കലർന്ന പുട്ടും കടലയും കഴിച്ച് 37 പേർ ഇഹലോകവാസം വെടിഞ്ഞു. കട നടത്തിയിരുന്ന താത്തയെ SI ഫൽഗുണ പണിക്കർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ചേട്ടത്തി കേൾക്കാം. അയ്യോ വേണ്ട മോനെ, അവസാനം പോലീസുകാർ ചോദ്യം ചെയ്യുമ്പോ നമ്മൾ അകത്താവും. എന്നാൽ എലിപ്പാഷാണത്തിന് പകരം ഒരു 1/2 കിലോ പൊട്ടാസ്യം സയനൈഡ് കടലക്കരയിൽ മിക്സ് ചെയ്ത് കൊടുത്താലോ? നീ ഈ മണ്ടൻ ഐഡിയാസ് പറഞ്ഞ് ചേട്ടത്തി വെറുതെ ടെൻഷൻ അടിപ്പിക്കല്ലേ. ചേട്ടത്തി, ഇപ്പൊ നല്ല ബെൽറ്റ് ബോംബ് നമുക്കത് വെച്ച് ആ ഏരി മുഴുവൻ തകർത്ത് കളഞ്ഞാൽ. അതൊന്നും വേണ്ട. പിന്നെ ഇവിടുത്തെ കച്ചവടം അവിടത്തേക്ക് കുറച്ച് കൂടുതലാക്കി തന്നാ മതി. അത്രേ ഉള്ള. ഇത് ആദ്യമേ പറഞ്ഞാ പോരെ. ഇവിടത്തെ കച്ചവടം ഇരട്ടിയാക്കി തന്നാൽ ചേട്ടത്തി ഞങ്ങൾക്ക് എന്ത് തരും? എന്ത് തരും? എന്ത് വേണമെങ്കിലും തരാം. എന്തും. എന്നാലും എന്ത് തരും? 2 പരിപ്പ് വട നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം. എന്തേ? ഓക്കെ, വഴിയുണ്ട്. ആദ്യം ചേട്ടത്തി ഞങ്ങൾ പറയണ മന്ത്രവാദിയെ ഒന്ന് പോയി കാണണം.
ആ മന്ത്രവാദി പറയുന്നത് അതേപടി ചേട്ടത്തി ചെയ്യണം. പിന്നെ ഇവിടെ ചായ കുടിക്കാൻ പൂരത്തിന്റെ ആളായിരിക്കും. ആ മന്ത്രവാദി എഴുത്തുകാരനാണ് കോർപ്പളശ്ശേരി. അവിടെ ചെന്ന് ഈ ഭർഗോ ദേവസ്യ ധീമഹിയുടെ വീട് എവിടെയെന്ന് ചോദിച്ചാ ആർക്കും അറിയില്ല. കൊടുമ്പിരിയുണ്ട്, ശത്രുതയുണ്ട്. ശത്രുസംഹാരം ഉടനെ നടത്തണം. എതിർവശത്തെ ചായക്കടയുടെ പുറകിൽ കിഴക്ക് മാറി എല്ലാ ദിവസവും രാത്രി 4 താറാമുട്ടകൾ വീതം ആരും കാണാതെ ശത്രുവിനെ മനസ്സിൽ കണ്ട് കൃത്യം 12 മണിക്ക് ഓം 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 എന്ന് സ്വന്തം കൈകൊണ്ട് എഴുതി കുഴിച്ചിടണം. എഴുതാൻ അറിയാമോ? അറിയാമോ? മൂർത്തിത്തെ പരിചിത അക്ഷരതോ പത്മ പുനർജന്മന അജ്ഞാത്ത വൃതാംഗത. പിന്നെ ഏതെങ്കിലും 2 അനാഥ ചെറുപ്പക്കാർക്ക് 6 മാസത്തേക്ക് 3 നേരം വയറു നിറയെ ആഹാരം കൊടുക്കുക. ഇത് രണ്ടും കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരിക. ബാക്കി പറയാം. ഓ, ഷെയർ എടുത്തോട്ട് 50-50 50 പിടിക്കുക. അപ്പൊ ദേവസേട്ടാ, അടുത്ത ആഴ്ച ഈ തള്ള വരുമ്പോ കുറച്ചുകൂടി ചെലവ് കൂടിയതായിക്കോട്ടെ. അതിന്റെ അടുത്ത ആഴ്ച വരുമ്പോ കുറെ കൂടി ചെലവ് കൂടിയത്. അങ്ങനെ ആഴ്ച തോറും ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നോണ്ടിരിക്കും. മനസ്സിലല്ലേ? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എത്തി ഞാൻ കെടുത്തിയത്, ഇല്ലെങ്കിൽ വീട് കത്തിക്കും. ദൈവമേ, ഇതോടുകൂടി നാശങ്ങൾ കുത്തുപാളി എടുക്കണേ. സാറാമ്മച്ചേട്ടത്തി ഉറങ്ങിയെന്ന് ഉറപ്പാണ്. അവര് മാത്രമല്ല, ആ ജോലിക്കാരി ശാന്തി ഉറക്കമായി. ജോലിക്കാർ ഉറങ്ങി നോക്കാൻ ഞാൻ ഞാൻ പറഞ്ഞില്ല. അറിയാതെ ഒളിഞ്ഞോക്കിയപ്പോ കണ്ടതാ. അറിയാതെ നമുക്ക് പകുതി ഓംലെറ്റ് ആക്കാം, പകുതി ബുൾസൈ ആക്കാം. ഇവിടെ മൊത്തം ചോറുപോലും കാണുന്നില്ലല്ലോ. കുഴിച്ചപ്പോ കിണറാവാറായി. ഇവിടെ അല്ലേ കുഴിച്ചിട്ടത്? സാറാമ്മ ചേട്ടത്തി വിളിച്ച് ചോദിച്ചാലോ? പോയി ചോദിച്ചിട്ടോ. ഒറ്റ തൊഴി വെച്ചോ. എവിടുന്നാ ഈ മുട്ട? ഇത് താറാവുകൾ ഇടുന്നതാ. മര്യാദക്ക് പറഞ്ഞോളാം. ഇത് താറാവിടുന്ന മുട്ടയാ. ഇതിൽ കൂടുതൽ മര്യാദയ്ക്ക് പറയാൻ പറ്റില്ല. താറാവല്ല പിന്നെ താത്ത മുട്ട ഇടൂടാ. എവിടെ ഈ മുട്ട? എന്താണ്? ആ 4 കൂടി നമ്മുടെ കടയിലെ മുട്ട എടുത്ത് ഓംലേറ്റ് ഉണ്ടായി തിന്നാണല്ലേ? താത്ത ഞങ്ങളല്ല, ദേ ഇവര് 2 രൂപ. അതെ അതെ. എന്റെ പൊന്ന് താത്ത, ഇത് ഞങ്ങൾ മേടിച്ച മുട്ടയാണ്. ഓംലേറ്റ് അടിക്കാനുണ്ട്. ഇത് കണ്ട ഓംലേറ്റ് ഷോർട്ട് ഫോം ആണ്. തിന്നോ ആമ്പിള്ളേർക്ക് ആമ്പിളേറ്റ് അത്ര നല്ലതല്ല. താത്തയെ പറ്റിച്ച് നിൽക്കട്ടെ. ഈ ഓംലെറ്റിന്റെ ദാതാക്കൾ ഞങ്ങളാണെന്നുള്ളത് മറക്കരുത്. ഓംലേറ്റ് താഴാക്കളാ. ബോംബെയിൽ താഴാക്കളെന്ന് കേട്ടുണ്ട്. ഓംലേറ്റ് താഴാക്കളെന്ന് ആദ്യമായിട്ട് കേൾക്കുന്നു. ഞങ്ങൾ ദാതാക്കളാ. ഇവന്മാരെ കുക്കിംഗ് വലിയ എന്തായാലും ഇനി 6 മാസത്തേക്ക് നമുക്ക് ഭക്ഷണമേ വേണ്ട. നിനക്ക് വേണ്ടായിരിക്കും. എനിക്ക് ഭക്ഷണമില്ലാതെ 6 മിനിറ്റ് പോലും കഴിയാൻ പറ്റില്ല. അതല്ല, ഇനി നമ്മൾ ഭക്ഷണത്തിനുള്ള കാശ് ഒപ്പിക്കണ്ടെന്ന്. ഇനി മുതൽ സാറാമ്മച്ചേട്ടത്തിയുടെ വക ഫ്രീ. അങ്ങനെ തെളിച്ചു പറ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നിന്റെ ബുദ്ധിയോ? ഈ വക ഐഡിയ ഒക്കെ നിന്റെ തലയിൽ വരണമെങ്കിൽ നിന്റെ ബ്രെയിൻ മാറ്റി വെക്കണം. എന്തോ ബ്രെയിൻ മാറ്റി വെച്ചിട്ടും കാര്യമില്ലല്ലോ. നിന്റെ കൂടെയല്ലേ ഞാൻ നടക്കുന്നത്. ഒരു ധാരണ നീങ്ങണം. ആ എങ്ങനെയുണ്ട് ചേട്ടത്തി ബിസിനസ് ഒക്കെ? ഏ? കച്ചവടം അത് നേരം വെളുത്തല്ലേ ഉള്ളു. മുട്ടയൊക്കെ കുഴിച്ചിട്ടല്ലോ. മുട്ടയ്ക്ക് ഇന്നലെ തന്നെ കുഴിച്ചിട്ടു. നോക്കിക്കോ, ഇനി മുതൽ ചേട്ടത്തേക്ക് കിച്ചണിൽ നിന്ന് ഇറങ്ങാനേ ടൈം ഉണ്ടാവില്ല. അതെന്താ? കുക്കിംഗ് ഒരു ജാഥയുടെ ആൾക്കാര് ഡെയിലി ഈ ഹോട്ടലിൽ കയറി ഇറങ്ങൂലേ? ചേട്ടത്തി 2 പരിപ്പോടെ ഒരു ചായ, ഒരു പഴംപൊരി 2 ചായ, അതെ. 2 ചായ 3 പഴംപൊരി, പിന്നെ ദോശയും ഇറച്ചിയും. പക്ഷെ അതൊക്കെ ഉണ്ടാക്കി വെക്കണം. നിങ്ങളുടെ നാക്ക് പൊന്നായിരിക്കട്ടെ. അപ്പോ ഞങ്ങൾ പോട്ടെ. പൊക്കോ. വരട്ടെ സാർ. ചിലപ്പോ ചേട്ടത്തിക്ക് നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞങ്ങൾ പോവും. പോയിക്കോ. നിക്കുന്ന അല്ല, 2 ചെറുപ്പക്കാർക്ക് ഭക്ഷണത്തിന്റെ എന്താ സാർ അതൊക്കെ മുഖത്തടിച്ച പോലെ ചേട്ടത്തിക്ക് നമ്മളോട് പറയാൻ മടിയാണ്. അങ്ങനെയെങ്കിലും ഈ ഹോട്ടലിലെ കച്ചവടം കൂടുകയാണെങ്കിൽ ഞങ്ങൾ വേണമെങ്കിൽ ഓത്തിന് ചപ്പാ. അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ പറഞ്ഞില്ലേ?
വാ വാ എന്താ ഈ കാര്യം? കഴിക്കും മക്കളെ, നല്ലോണം കഴിക്കും. വെള്ളം കുടിക്കുമോനെ, കുടിക്കുമോനെ, വെള്ളം കുടിക്കേ. ഇവന്മാരും നമ്മളെക്കാൾ പക്കാ ഫ്രോഡുകളാ. യവന്മാരെ ഒതുക്കാനൊക്കെ വഴിയുണ്ട്. എന്ത് വഴി? അതൊക്കെ ഉണ്ട് ബാല. കറി എവിടേക്ക് ചേച്ചി? നല്ലോണം കുഴച്ചടി. പോവാം. കമ്പനി കമ്പിച്ചിരിക്കുന്നു. ആർക്കും കൂട്ടാം, ആർക്കും കൂട്ടാം, ആർക്കും കൂട്ടാം. ചുട്ടുനാടാ കിട്ടുന്ന കാശ്. മന്ത്രമില്ല, മന്ത്രജാലമില്ല, സുഹൃത്തുക്കളെ. ഇതാ ആർക്കൂട്ടാം, ആർക്കൂട്ടാം, ആർക്കൂട്ടാം. മയമില്ല, കലർപ്പില്ല, മന്ത്രമില്ല, മന്ത്രജാലമില്ല, സുഹൃത്തുക്കളെ. കിട്ടും, കൊടുത്തു കൂട്ടിയാൽ കമ്പനി കഴിക്കും. ധൈര്യമായിട്ട് 100 വെച്ചു ധൈര്യം പഠിക്കാൻ പോവുകയാണ്. കമ്പനി കഴിച്ചിരിക്കുന്നു. 5 വെച്ച 10, 10 വെച്ചാൽ 20, 20 വെച്ചാൽ 40. ആർക്ക് വേണമെന്നില്ല. കായമില്ല, മലപ്പില്ല. ഒറ്റക്കൂത്തിന് പോകുന്നു 100. അല്ല, കിട്ടുന്നു 100. സുഹൃത്തുക്കളെ, ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വെറും ഒരു കളവാണെന്ന്. ഒരു കളവല്ല സുഹൃത്തുക്കളെ. നിങ്ങൾ തന്നെ തൊട്ട് നോക്കൂ, പരിശോധിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. വെറുതെ കിട്ടിയ പിന്നാക്കം നിന്നത് ജനങ്ങളാണെന്ന് മനസ്സിലായി സുഹൃത്തുക്കളെ. സാരമില്ല, നിങ്ങൾ ഇത് തൊട്ട് നോക്കൂ സുഹൃത്തുക്കളെ, തൊട്ട് നോക്കൂ. പഞ്ചനയുടെ അപകട മേഖലയിൽ നിന്ന് മകച്ച് കൊഞ്ചനന്റെ കാഞ്ചന സിംഹാസിൽ നിന്ന് പുഞ്ചയുടെ പെഞ്ചാമര വീശി വീശി ഇന്ത്യക്കാരനെയും പുഞ്ചപ്പാറിനെയും ഇഞ്ചിഞ്ചായി പഞ്ചറാക്കിയ തഞ്ചാവൂർ നഞ്ചപ്പന്റെ പരമ്പരയിലെ പാഞ്ചാലി കുഞ്ചുവിന്റെ മക്കൾ കഞ്ചാവ് കുഞ്ചനും മഞ്ചേരി രഞ്ജനുമാടാ ഞങ്ങൾ. പഞ്ചാബിന്റെ നെഞ്ചിലൂടെ നഞ്ചയ്ക്കുമേന്തി 5 നാൾ 15,000 പേരെ തഞ്ചത്തിൽ റാഞ്ചി കാഞ്ചി വലിച്ച് കഞ്ചൻജംഗയിൽ സഞ്ചയനം നടത്തിച്ച് മഞ്ചേരി നഞ്ചപ്പന്റെ മഞ്ചലിൽ വന്ന രഞ്ജനും കുഞ്ചനുമാടാ കൊഞ്ചെ. നിർത്തി പറയൂ, എന്നാലേ ശ്വാസം വിടാൻ പറ്റൂ. ഫ്രണ്ട്സുകളാ. അപ്പൊ ഇനി മുതൽ ഈ ഫ്രോഡുകളെല്ലാം ഒരു കുട കീഴിലാണ് നിൽക്കുന്നത്. അല്ല, നമ്മൾ 4 പേരുള്ള സ്ഥിതിക്ക് ഒരു 2 കുടയെങ്കിലും വേണ്ടി വരില്ലേ? ഏടാ, നല്ല നോളജ്. ഞാൻ മലയാളത്തിലെ ഒരു പ്രയോഗം അത് പറഞ്ഞു. ശരി. പ്രയോഗപ്രകാരമാണെങ്കിൽ നമ്മളൊക്കെ അർദ്ധരാത്രി കുട പിടിക്കേണ്ടവരാ. നമ്മളൊക്കെ ഇല്ല, ചിലര്. ചിലരല്ല, ഒരാൾ. അയ്യോ, പുറകെ ഉണ്ട്. നമ്മുടെ രാഘവേട്ടനല്ലേ ഓടി വരുന്നത്? ഇതൊക്കെ വട്ടതിന്റെ അർമ്മ. ആരെങ്കിലും ചോദിച്ചാ ഞാൻ റാസ്കൽ കൈമേലോട്ട് പോയെന്ന് പറ. ഒരാളിപ്പോ അങ്ങോട്ട് ഓടി വരുന്നു കേട്ടോ. ഒരു ഖദറിട്ടാളാണ്. ഇപ്പൊ പോയി ഒരു സൂപ്പർ ഫാസ്റ്റ് കയറി പോയി. അടുത്ത സ്റ്റോപ്പ് ഇറങ്ങുന്ന പറഞ്ഞത്. ഹലോ മിസ്റ്റർ പുഷ്പുൾ, ഇറങ്ങി വന്നാലും. അയ്യോ, താങ്ക് യു. അല്ല, വന്നവർ സാറിനെ ഓടിച്ചിട്ട് എന്തിനാ? ചാരായം കിട്ടാത്തതുകൊണ്ട് വാർണിഷ് വാങ്ങി എന്നെ കുടിക്കാൻ നിർബന്ധിച്ചു. ഞാൻ ജീവനും കൊണ്ട് ഓടി, പുറകെ അവരും ഓടി. പഴയ ഫ്രണ്ട്സ്, എന്ത് ചെയ്യാൻ പറ്റും. ഈ ടൈപ്പ് നമ്പർ ഒന്നും ഇപ്പൊ എടുക്കുന്നില്ല. നമ്മൾ പരസ്പരം തിരിച്ചറിഞ്ഞ ഒന്നായിരിക്കാം. നമ്മളെല്ലാം ബ്ലഡ് ഗ്രൂപ്പ് എയും ബിയും ഒന്നുമില്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചേ? എന്താ? ഫ്രോഡ് പോസിറ്റീവ്. സോ ഇന്ന് മുതൽ നമ്മളെല്ലാവരും ഒന്നാണ്. We are one. അപ്പൊ ജയ് ഫ്രോഡ്.